വാഗർദ്ധദേവതേ വാണിമാതേ നാവിൽ വാണിടുവാൻ പരമേകുക നീ. അക്ഷരപ്പൂട്ടു തുറന്നു വിജ്ഞാനത്തിൻ നിത്യസിംഹാസനം നൽകുകമ്മേ, നിത്യസിംഹാസനം നൽകുകമ്മേ. വാഗർദ്ധദേവതേ വാണിമാതേ നാവിൽ വാണിടുവാൻ പരമേകുക നീ. ഇന്ദ്രനീലോജ്വലവാപിയിൽ പൂത്തനി വെൺതാമരപ്പൂവാണെൻ ഹൃദയം. താവക കാരുണ്യലേശമുണ്ടെങ്കിലും ഹൃത്തിലമർന്നു നിൻ വീണമിട്ടു, ഹൃത്തിലമർന്നു നിൻ വീണമിട്ടു. വാഗർദ്ധദേവതേ വാണിമാതേ നാവിൽ വാണിടുവാൻ പരമേകുക നീ. ആനാദതീർത്ഥം കുടിച്ചു വിജ്ഞാനത്തിൻ ദാഹമകറ്റാനനുഗ്രഹിക്കൂ ദേവി. നാരായ തുമ്പിനാവിൽ നീ ഹരിശ്രീ എന്നെഴുതി അനുഗ്രഹിക്കൂ, ഹരിശ്രീ എന്നെഴുതി അനുഗ്രഹിക്കൂ. വാഗർദ്ധദേവതേ വാണിമാതേ നാവിൽ വാണിടുവാൻ പരമേകുക നീ. ശ്വേതഹംസാരൂഢയായി വന്നില്ലെനി ജ്ഞാനനഭസ്സിലേക്കാനയിക്കൂ. കോടി സൂര്യോദയ ഭാഗ്യമേകൂ. നിത്യാനന്ദ തു മധു പകരൂ, നിത്യാനന്ദ തു മധു പകരൂ. വാഗർദ്ധദേവതേ വാണിമാതേ നാവിൽ വാണിടുവാൻ പരമേകുക നീ. അക്ഷരപ്പൂട്ടു തുറന്നു വിജ്ഞാനത്തിൻ നിത്യസിംഹാസനം നൽകുകമ്മേ, നിത്യസിംഹാസനം നൽകുകമ്മേ. വാഗർദ്ധദേവതേ വാണിമാതേ നാവിൽ വാണിടുവാൻ പരമേകുക നീ. പ്രിയമുള്ളവരെ, വേദനയെയും വിലാപത്തെയും പ്രണയത്തെയും വിരഹത്തെയും ഏറ്റവും നന്നായി ആവിഷ്കരിക്കാൻ കഴിയുന്ന സാഹിത്യരൂപമാണ് കവിത. അതുകൊണ്ട് തന്നെ ധാരാളം കവിതകൾ എഴുതപ്പെടുന്നുണ്ട്. എന്നാൽ എഴുതപ്പെടുന്ന കവിതകളിൽ വളരെ കുറച്ച് മാത്രമേ പ്രസിദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. അതിലും കുറവ് മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. പ്രസാധന രംഗത്തെ പല പരിമിതികളും താല്പര്യങ്ങളുമൊക്കെ ഇതിന് കാരണമാണ്. പ്രത്യേകിച്ച് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ കാര്യത്തിൽ എഴുത്തുകാർ ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ രചനകൾ പ്രസിദ്ധീകരിച്ച് കിട്ടാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥ ഒഴിവാക്കി മികച്ച രീതിയിൽ അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നത് വേദ ബുക്സിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ ഫലമാണ് ദേവിക രതീഷിൻ്റെ ഈ പുസ്തകം. വേദ ബുക്സ് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം കവിതയായിരുന്നു. പിന്നിട്ട വഴികളിൽ ഞങ്ങൾ ഏറ്റവും അധികം പ്രസിദ്ധീകരിച്ചതും കവിതകളാണ്. ഇന്നിവിടെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഗുൽമോഹർ കവിതയാണ്. പുതിയ പ്രതിഭകളെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഞങ്ങളുടെ പ്രതിജ്ഞ ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി പുസ്തകം പ്രകാശനം ചെയ്യുന്ന അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ മനോജ് കുറൂരിനെ ഗുൽമോഹർ സമർപ്പിക്കാൻ ഈ മനോഹര സായാഹ്നത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുസ്തകം പരിചയപ്പെടുത്തുന്ന വേദ ബുക്സിൻ്റെ ഡയറക്ടർ ശ്രീ ഷാബു പ്രസാദിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകത്തിന് ആശംസ അർപ്പിക്കുന്നത് കവിയും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ്. കുറും കവിതകളുടെ തമ്പുരാൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ വേദ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
ഡോക്ടർ സംഗീത് രവീന്ദ്രന് ഈ ചടങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എഴുത്തുകാരിയായ കവി, കവയത്രി എന്ന് പറയുന്നതാണ് അത്യുത്തമം. ശ്രീമതി ദേവിക രതീഷാണ് ഇന്നത്തെ താരം. ദേവി മൂകാംബികയുടെ അനുഗ്രഹമേറെയുള്ള കൃതഹസ്തയായ ദേവിയേക്ക് ഇനിയും ഏറെ എഴുതാൻ കഴിയട്ടെ. വേദ ബുക്സ് എന്നും ഒപ്പം ഉണ്ടാവും എന്ന വാഗ്ദാനത്തോടെ ദേവികയെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. സഹൃദയരായ എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ കവിതാരംഗത്ത് നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ കവയിത്രിയുടെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ് എനിക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത്. ഗുൽമോഹർ എന്ന കവിതാസമാഹാരം എഴുതിയിരിക്കുന്നത് ദേവിക രതീഷ് ആണ്. വേദ ബുക്സാണിത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മനുഷ്യർ ആത്മാവിഷ്കാരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയായി കാണുന്നത് കവിതയാണ്. കഥ, നോവൽ തുടങ്ങിയിട്ടുള്ള മേഖലകളേക്കാൾ കൂടുതൽ പലരും ആശ്രയിക്കുന്നത് കവിതയാണ്. പലപ്പോഴും സ്വന്തം ജീവിതത്തെ, അതിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ ഒക്കെ ഏറ്റവും നിഷ്കളങ്കമായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി കവിതയെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദേവിക രതീഷ് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ കുറിക്കുന്നുണ്ട്: ഒരുപാട് സന്തോഷിച്ചപ്പോഴും വേദനിച്ചപ്പോഴും ഞാൻ കുത്തിക്കുറിച്ച വാക്കുകളുടെ പൂർണ്ണതയാണ് ഈ കവിതാസമാഹാരം. എൻ്റെ ചിന്തകളുടെയും വിചാരങ്ങളുടെയും ആകത്തുക. ഇത് ഈ സമാഹാരത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. മനുഷ്യർ ജീവിക്കുന്ന ജീവിതമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിതമുണ്ട്. ഓരോ ജീവിതത്തിനും അതാതിൻ്റേതായ ഒരു അനന്യതയുണ്ട്. ആ അനന്യതയെ ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ് കവിത. അതിനെ പലതരത്തിൽ ആവിഷ്കരിക്കാം. എങ്കിലും അതിലേറ്റവും പ്രചാരമുള്ള പ്രധാനപ്പെട്ട ഒരു മാധ്യമമായി ഇന്ന് നിൽക്കുന്നത് കവിത തന്നെയാണ്. സ്ത്രീകളായിട്ടുള്ള ധാരാളം പേര് കവിതാരംഗത്തേക്ക് ഇന്ന് കടന്നു വരുന്നുണ്ട്. ഒരു തരത്തിൽ അതും ഈ പുസ്തകവുമായി ബന്ധിപ്പിച്ച് ആലോചിച്ചാൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ആധുനിക മലയാള കവിത എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് കൗതുകകരമായിരിക്കും. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ പകുതി വരെ നമുക്ക് വളരെ കുറച്ച് സ്ത്രീകളെ, പ്രധാനമായിട്ട് ബാലാമണിയമ്മ, അല്ലെങ്കിൽ ലളിതാംബിക അന്തർജനം, കോന്നിയൂർ മീനാക്ഷിയമ്മ, ഇങ്ങനെ വളരെ കുറച്ച് കവികളെയാണ് നമുക്ക് കാണാൻ പറ്റുക. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പ്രധാനമായിട്ട് സുഗതകുമാരി, പിന്നീട് വിജയലക്ഷ്മി, സാവിത്രി രാജീവൻ, VM ഗിരിജ, അനിതാ തമ്പി, ആശാലത എന്നിങ്ങനെ കവികൾ സമീപകാലം വരെ എഴുതി വരുന്നുണ്ട്. അപ്പോഴും സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. മാത്രമല്ല, നമുക്ക് കേരളവും തമിഴകവും ഒന്നായിരുന്ന ഒരു കാലത്ത്, പ്രാചീന തമിഴകം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ക്രിസ്തുവർഷാരംഭം ആണ് അതിൻ്റെ ഒരു കാലമായി പറയുന്നത്. ആ കാലത്ത് 40-ലേറെ പെൺകവികൾ കവിതകൾ എഴുതിയിരുന്നു. പിന്നീട് നമുക്ക് വളരെ പുരുഷാധിപത്യപരമായ ഒരു സാമൂഹിക ചരിത്രത്തിൽ സ്ത്രീകളുടെ എണ്ണം പരിമിതപ്പെട്ടു വരുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് സംഘം തമിഴ് ഭാഷയിൽ എഴുതിയ കവികളെക്കുറിച്ചാണ്. അതിനുശേഷം ഭക്തിപ്രസ്ഥാന കാലത്ത്
ആണ്ടാളിനെ പോലൊരു കവിയെ നമുക്ക് കാണാം. പിന്നെ അതിൽ നിന്നൊരു വലിയ വ്യത്യാസം, സ്ത്രീകളുടെ എണ്ണത്തിൽ കുറച്ചുകൂടി ഒരു വർധനവ് നമുക്ക് കാണാൻ പറ്റുക കന്നഡ വചനകവിത പ്രസ്ഥാനത്തിലാണ്. അവിടെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അത് ഈ സമാഹാരത്തിലെ ആമുഖ കുറിപ്പ് ആ പ്രസ്ഥാനത്തെയാണ് ഓർമ്മിപ്പിച്ചത്. അവരവർ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ഉള്ള കവിതകൾ വളരെ സാധാരണമായ ഗദ്യത്തിലോ പദ്യത്തിലോ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഒരുതരം വചനങ്ങളുടെ രീതിയിൽ ആണ് ആ കവിതകൾ. അപ്പം അങ്ങനെ ആവിഷ്കരിക്കാനുള്ളൊരു സാധ്യത മുന്നോട്ട് വയ്ക്കുകയാണ് കന്നഡ വചനകവിത പ്രസ്ഥാനം ചെയ്തത്. തീർച്ചയായിട്ടും വലിയൊരു സാമൂഹിക വിപ്ലവമായിരുന്നു അത്. പിന്നീട് നമുക്ക് അത് മലയാളത്തിലല്ല, മലയാളത്തിൽ നമുക്ക് മലയാളത്തിലെ കാവ്യ ചരിത്രം എടുത്തു നോക്കിയാൽ 19-ാം നൂറ്റാണ്ടിൽ ഇരയമ്മൻ നമ്പിയുടെ മകളായിട്ടുള്ള കുട്ടിക്കുഞ്ഞത്തങ്കച്ചി, പിന്നീട് തോട്ടക്കാട്ടിക്കാവുമ്മ എന്നിങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമാണ്, അതും 19-ാം നൂറ്റാണ്ടിലാണ് നമുക്ക് അങ്ങനെയുള്ള കവികളെ കാണാൻ പറ്റുക. അതിന് മുമ്പുള്ള നൂറ്റാണ്ടുകളുടെ മൗനം നമ്മളെ ആരെയും ഒന്ന് വിഷമിപ്പിക്കാതിരിക്കില്ല. അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യം ഈ കവിത എഴുത്തിനുണ്ടെന്നർത്ഥം. എന്നാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയ വളരെ പ്രചാരം നേടിയതോടുകൂടി നിരവധി പെൺകവികൾ കവിതകൾ എഴുതുന്നു. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ കവിതകൾ എഴുതുന്നു, അവരവരുടെ ജീവിതത്തെ ഭാഷയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. ഇത് തീർച്ചയായും വളരെ ആശാവഹമായ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാത്രമല്ല, ഇന്ന് ആൺകവികൾ പെൺകവികൾ എന്നുള്ള ഒരു ഭേദത്തെ, ഒരു പ്രത്യേക റിസർവേഷനൊന്നും അത്തരത്തിലുള്ള റിസർവേഷനെ പോലും അപ്രസക്തമാക്കുന്ന തരത്തിൽ പെൺകവികൾ അവരുടെ രചനകൾ അവയുടെ ആ ഒരു ഗുണം കൊണ്ടും അളവിൽ മാത്രമല്ല ഗുണത്തിലും ആ ഒരു വലിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം. ഇവിടെ ദേവിക രതീഷിൻ്റെ കവിതകളിൽ തീർച്ചയായും ജീവിതത്തെ അടയാളപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. പലപ്പോഴും ജീവിതത്തിലെ ചില പ്രധാന സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളുടെ വൈകാരികമായ ഒരനുഭവം ആവിഷ്കരിക്കുക എന്ന നിലയിലാണ് ഇതിലെയും കവിതകൾ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യത്തെ കവിതയായ പെയ്തു തോരാതെ, ആ കവിതയിൽ തന്നെ തുടക്കം ഓർമ്മകളത്രേ മഴയായി പെയ്തിറങ്ങുന്നത് എന്നാണ്. ഓർമ്മകളെ മഴയുമായി സമീകരിക്കുക എന്ന ഒരു സംഗതിയിലാണ് കവിത ആരംഭിക്കുന്നത്. തുടർന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കവി കിടക്കുന്നുണ്ട്. മൗനങ്ങൾ കൊട്ടിയടച്ച ജാലകവാതിലുകളിൽ നേർത്ത മർമ്മരമായി മഴച്ചാറ്റലുകൾ തഴുകാറുണ്ട്. വെള്ളിമേഘങ്ങൾ ഇരുണ്ടുകൂടി മിഴിവാർക്കുന്ന തിരമ്പിയും തേങ്ങലായും നനവ് പടർത്തുന്നീ ഓരോ മാത്രയും എന്നിങ്ങനെ അതിൻ്റെ ഒരു കാവ്യാനുഭവത്തിലേക്കാണ് കവി കടക്കുന്നത്. ഈ കവിതയിൽ ആവർത്തിക്കുന്ന ഒരു സംഗതി ഓർമ്മ, അതുപോലെ മഴ, പിന്നെ അതേപോലെയുള്ള ജീവിതാനുഭവങ്ങളാണ് ഇതിൽ കൂടുതൽ ആരംഭിക്കുന്നത്. സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കവിത, അത് വളരെ കൗതുകകരമായിട്ട് തോന്നി. പുതിയ ക്ലാസ് എന്ന കവിത, അതിൽ പഴയ ആ ക്ലാസ് മുറിയുടെ ഒരു ഗൃഹാതുരത്വം ഉണർത്തിക്കൊണ്ട് പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസത്തെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ വ്യത്യാസം, അത് ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമമാണ് പുതിയ ക്ലാസ് എന്ന കവിത. വേർപാട് എന്ന കവിതയിലും അതിൻ്റെ തുടക്കം വളരെ സവിശേഷമാണ്. പ്രാണൻ്റെ ചില്ലയിൽ കൊഴിയുവാൻ ഈ ഇതൾ കൂടി ബാക്കിയാകവേ, പ്രാണൻ്റെ ജില്ലയിൽ കൊഴിയാനായിട്ട് ഒരു ഇതൾ കൂടി ബാക്കിയാകുന്ന ഒരവസ്ഥ, അത് വളരെ സംഭ്രമകരമായ ഒരു അവസ്ഥയായി നമുക്ക് തീർച്ചയായും അനുഭവപ്പെടും. മാർക്കേസിൻ്റെ കോളറാകാലത്തെ പ്രണയം എന്ന കൃതിയിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിന് ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധം ചില ദുർബലമായ ഞരമ്പുകൾ മാത്രമായി അവശേഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ചില സംഗതികളെ പെട്ടെന്ന് അത് ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, ദേഹിയുടെ വിട ചൊല്ലുവാൻ മുമ്പുന്ന ആത്മാവിനോട് ദേഹിയുടെ യാചന, ഒരു മാത്ര തിരികെ തരൂ നീ എന്നുടെ പ്രാണനെ, ഒരു നിമിഷം കൂടി ജീവിച്ചിരിക്കാനുള്ള ആ ഒരു കൊതി,
അത് വല്ലാത്തൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് ഒരു നിമിഷം കൂടി ജീവിച്ചിരിക്കാൻ ഉള്ളൊരു കൊതി എന്ന് പറയുന്നത് എത്രത്തോളം അർത്ഥപൂർണമാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു വൈകാരികത വളരെ പ്രധാനമാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ആത്മാവിനെക്കുറിച്ച് വേറൊരു കവിതയിൽ, വെളിച്ചം തേടുന്ന ഗ്രന്ഥം എന്നുള്ള കവിതയിൽ പറയുന്നത്, അജ്ഞതയിൽ വളർന്നെങ്കിലും അറിവിൻ്റെ അക്ഷയഖനിയായിരുന്നു ആത്മാവ് എന്നിങ്ങനെ ആത്മാവിൻ്റെ ഒരു പൂർണ്ണതയെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു അപൂർണതയും അതേസമയത്ത് തന്നെ അജ്ഞതയും അപൂർണതയും ഒക്കെ ഉള്ളപ്പോൾ ആത്മാവിൻ്റെ ഒരുതരം പൂർണ്ണത എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഇപ്പം ജീവിതത്തിനെയാണെങ്കിലും കാണുന്നത് ആ രീതിയിലാണ്. വായിച്ചാലും തീരാത്ത അക്ഷരങ്ങൾ കോറി വീണ ഒരു പുസ്തകമുണ്ടൻ കയ്യിൽ, പേര് ജീവിതം. ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഓർമ്മകളെക്കുറിച്ച്, ചുറ്റുപാടുമുണ്ടാകാവുന്ന മഴ, പ്രത്യേകിച്ച് രാത്രി മഴ തുടങ്ങിയിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച്, കരച്ചിലിനെക്കുറിച്ച്, കണ്ണുനീരിനെക്കുറിച്ച് പല കവിതകളുണ്ട്. പ്രതീക്ഷയെക്കുറിച്ചുള്ള കവിതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ജീവിതത്തെ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ, ഓരോ വ്യക്തിയുടെയും ജീവിതം അനന്യമാണെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള അനന്യമായ ആ ഒരു ജീവിതത്തെ അത് ഓരോ വ്യക്തിയും ആവിഷ്കരിക്കുന്നത് അവരവരുടേതായുള്ള രീതിയിലായിരിക്കും. ആ രീതിയിൽ ആവിഷ്കരിക്കുകയാണ് ഈ കവിതകൾ ചെയ്യുന്നത്. അങ്ങനെ ദേവിക രതീഷിൻ്റെ ഈ കവിതാസമാഹാരം, ഗുൽമോഹർ എന്ന കവിതാസമാഹാരം തീർച്ചയായും പ്രതീക്ഷ നൽകുന്നതാണ്. ഇനിയും ധാരാളം കവിതകൾ എഴുതുവാനും ഭാഷയിലും ഇമേജറിയിലും ഒക്കെ സ്വന്തമായ ഒരു കയ്യൊപ്പ് പതിക്കുവാനും ഒക്കെ ദേവിക രതീഷിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ സമാഹാരം, ഗുൽമോഹർ എന്ന ഈ സമാഹാരം, ദേവിക രതീഷിൻ്റെ സമാഹാരം ഞാൻ പ്രകാശനം ചെയ്യുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ വേദ ബുക്സ് ഏറ്റവും അധികം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കവിതകളാണ്. വേദയുടെ ആദ്യ പുസ്തകവും ഒരു കവിതയായിരുന്നു. ഇന്ന് വരെയുള്ള കഴിഞ്ഞ 1.5 വർഷത്തെ യാത്രയിൽ ധാരാളം പുതിയ എഴുത്തുകാരെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ നല്ലൊരു ശതമാനം കവിതയായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഇന്ന് നാം പ്രകാശനം ചെയ്തതും ഒരു കവിതയാണ്, ഒരു കവിതാ സമാഹാരമാണ്. ഒരു പുതിയ എഴുത്തുകാരിയുടെ ഗുൽമോഹർ, ദേവിക രതീഷിൻ്റെ ഗുൽമോഹർ ആണ് ഇന്ന് നാം ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. എന്താണ് കവിതയുടെ പ്രത്യേകത? അതായത് കവിത എന്ന് പറഞ്ഞാൽ, ഒരു കവി എന്ന് പറഞ്ഞാൽ അയാൾ അല്ലെങ്കിൽ അവൾ അതിരുകളില്ലാത്ത ആകാശത്തിലൂടെ പറക്കുന്നവരാണ്. ആ പറക്കുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ പതിയുന്ന, ഭൂമിയിലും ആകാശത്തും കാണുന്ന ദൃശ്യങ്ങളും ബിംബങ്ങളും അവരിലുണ്ടാക്കുന്ന ആ അനുരണനങ്ങളാണ് കവിതകളായി പുറത്തു വരുന്നത്. ഇവിടെ അവർക്ക് വ്യാകരണ നിയമങ്ങളുടെയോ ഭാഷാ നിയമങ്ങളുടെയോ ചട്ടക്കൂടുകളില്ല. അത്രമാത്രം വിശാലമാണ് കവിതയുടെ ലോകം. അതുകൊണ്ട് തന്നെ ധാരാളം കവിതകൾ എഴുതുന്നുണ്ട്, ഒരുപാട് കവികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ രംഗത്ത് വരാറുള്ളൂ, വായനക്കാരിലെത്താറുള്ളൂ. പ്രതിഭയുള്ള, നല്ല കഴിവുള്ള ഒരുപാട് എഴുത്തുകാർ, ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അവരിൽ വലിയൊരു ശതമാനം ആരും അറിയാതെ പോവുകയാണ്. എന്തായാലും ദേവിക രതീഷ് ഭാഗ്യമുള്ള ഒരു കവിയാണ്. അതുകൊണ്ടാണ് ഇത്ര മനോഹരമായ രീതിയിൽ തന്നെ, മനോഹരമായൊരു ലേഔട്ടോടുകൂടി ഈ പുസ്തകം വായനക്കാരിൽ എത്തുന്നത്. ഈ പുസ്തകം, ഈ കവിതാ സമാഹാരം വേദയെ ഏൽപ്പിച്ച
ദേവികയോടുള്ള നന്ദി കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കവി എന്നാൽ അതിരുകളില്ലാത്ത ആകാശത്തിൽ കൂടെ പറക്കുന്നവരാണ്. ഓരോ ആസ്വാദകനും കവിതയെപ്പറ്റി അവരവരുടേതായ ചില നിഗമനങ്ങൾ ഉണ്ടാക്കും. കവിത എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ആയിരിക്കരുത്, വൃത്തമുണ്ടാവണം, താളമുണ്ടാവണം, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് അവരവരുടേതായ നിഗമനങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അതിൽ കവിതയുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഒരു വായനക്കാരൻ തിരയേണ്ടത് എന്നതാണ് എൻ്റെ സ്വകാര്യമായ അഭിപ്രായം. കവിത ഉണ്ടാകാൻ അതിൽ താളവും വൃത്തവും ഒന്നും വേണമെന്നില്ല. അതായത്, ഇരുളിൻ്റെ സാഗരമാണ് ഇന്നൻ മനം, ഓരോ അണുവിലും നിറയുന്നു കരിമേഘശകലം, ഇരുളാണ്ട വഴിയിലൂടെ അലക്ഷ്യമായി നീങ്ങവേ ആർത്തിരമ്പുന്നെൻ്റെ മനസ്സിൽ ഗദ്ഗതം. ഇതിൻ്റെ അകത്ത് ഈ വരികളുടെ, ഈ വാക്കുകളുടെ ഇടയിൽ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംവദിക്കുന്നുണ്ട്. കവി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ വായനക്കാരന് കിട്ടുന്നുണ്ട് എങ്കിൽ അത് ഗദ്യമായാലും ശരി, പദ്യമായാലും ശരി, വൃത്തമുണ്ടെങ്കിലും ശരി, വൃത്തമില്ലെങ്കിലും ശരി, അത് കവിതയാണ്. അതുകൊണ്ടാണ് ടി പത്മനാഭനെ മലയാള കഥയിലെ മഹാകവി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മലയാള കഥയിലെ മഹാകവി. കാരണം അദ്ദേഹം ചെറുകഥകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറയുന്നത് കവിതയാണ്. പറഞ്ഞു നിർത്തിയതിനപ്പുറത്തെ ആ ഒരു ഇരമ്പൽ വായനക്കാരൻ്റെ മനസ്സിൽ തുടിക്കുന്നുണ്ടെങ്കിൽ അത് കവിതയാണ്. അതിൻ്റെ രൂപം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, അതിന് വൃത്തം ഉണ്ടായിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ ഇല്ലാതായിക്കൊള്ളട്ടെ, ഗദ്യമാവട്ടെ, പദ്യമാവട്ടെ. അപ്പോൾ അങ്ങനെ കൂടി വരുമ്പോൾ കവിതയുടെ ലോകം വളരെ വിശാലമാവുകയാണ്. അങ്ങനെയുള്ള ഒരു ലോകത്തു കൂടിയാണ് ശ്രീമതി ദേവിക രതീഷ് ഈ ഗുൽമോഹറിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാലങ്ങൾ മറുവതില്ലിന് നിനക്കായി, വിധികൾ കോമാളികളായി നീതിപീഠത്തിലിരുന്ന് കൊഞ്ഞനം കുത്തും പല്ലിളിക്കും, മിഴിനീര് വാർക്കും ഇരുട്ടിൽ നീയെങ്കിൽ പുലർവെളിച്ചത്തിൽ മാറ്റത്തിനായി ഉണരുക. പെണ്ണിനായി എന്ന് പറഞ്ഞ് എഴുതിയ ആ കവിതയിലെ വരികളാണിത്. നോക്കൂ, എന്തൊരു കരുത്താണത്. അത് ഏതെല്ലാം സമകാലീന സംഭവങ്ങളോടും സ്ത്രീയുടെ എന്നുമുള്ള വേദനകളോടും പ്രശ്നങ്ങളോടും യാഥാർത്ഥ്യങ്ങളോടും അത് ആ വരികൾ സംവദിക്കുന്നത് നോക്കൂ. ഇങ്ങനെയുള്ള ഏകദേശം വലിയ നീളമുള്ള കവിതകളല്ല, 50 കവിതകളുടെ ഒരു സമാഹാരമാണിത്. 63 പേജ് ഇതിലുള്ളൂ. ഈ 63 പേജിൽ 50ഓളം കവിതകൾ, വളരെ ചെറിയ വരികളിൽ, ഒതുങ്ങിയ വരികളിൽ, പരമാവധി ഒരു പേജാണ് ഒരു കവിതയ്ക്കുള്ളത്. അങ്ങനെ ആ ഒതുങ്ങിയ വരികളിൽ വളരെ വലിയ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ അനശ്വര സത്യങ്ങൾ പറയുന്നവനാണ് യഥാർത്ഥ കവി. ഇവിടെ ദേവിക അത് ചെയ്തിരിക്കുന്നു, അത് സാധിച്ചിരിക്കുന്നു. മഹാകവി കാളിദാസൻ്റെ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട്. അതായത്, ഈ വാഗ്മിത എന്നാൽ എന്താണ് അറിയാമല്ലോ. പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണ പടുത്വം എന്നാൽ എന്താണ് എന്നതിന് കാളിദാസൻ വളരെ വ്യക്തമായ, വളരെ ക്ലിയർ, അതിനപ്പുറം ഒരു നിർവചനം ആരും കൊടുത്തിട്ടില്ല. മിതം ച സാരം ച വചോഹി വാഗ്മിത എന്നാണ് മഹാകവി കാളിദാസൻ പ്രഭാഷണ പടുത്വത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് മിതമായിരിക്കണം, സാരസർവത്തായിരിക്കണം. അങ്ങനെ ഉള്ള കഴിവുകളുള്ളവനാണ്, അങ്ങനെ ചെയ്യുന്നവനാണ് യഥാർത്ഥ വാഗ്മി. ആ നിർവചനം ഒരു എഴുത്തുകാർക്കും ബാധകമാണ്, ഓരോ എഴുത്തുകാർക്കും ബാധകമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സാരമുള്ള വിവരങ്ങൾ
വളരെ ഗൗരവമേറിയ വിവരങ്ങൾ മിതമായ വാക്കുകളിൽ ഫലപ്രദമായി പ്രയോഗിക്കുന്നവനാണ് യഥാർത്ഥ കവി, യഥാർത്ഥ എഴുത്തുകാരൻ. അക്കാര്യത്തിൽ ഈ 63 പേജുള്ള ഈ ചെറിയ പുസ്തകം നമ്മോട് പറയുന്ന, നമ്മോട് സമ്മതിക്കുന്ന വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്. തീർച്ചയായും ദേവിക ഒരു വലിയ വാഗ്ദാനമാണ്. ദേവിക ഇനിയും എഴുതണം. ഒരു കാര്യം കൂടെ, ഒരു നിർദ്ദേശം കൂടെ എനിക്ക് എഴുത്തുകാരിയോട് ഇവിടെ പങ്കുവയ്ക്കാനുണ്ട്. ഈ കവിതകൾ വായിച്ചു പോയപ്പോൾ ദേവികയിൽ നല്ല ഒരു കഥാകൃത്ത് കൂടി ഉറങ്ങിക്കിടപ്പുണ്ട്. ദേവികയുടെ ജീവിത നിരീക്ഷണങ്ങളും കൃതഹസ്തതയും ചെറുകഥാരംഗത്തേക്ക് കൂടി കൊണ്ടുവരണം എന്ന ഒരു എളിയ അഭ്യർത്ഥന കൂടി ഞാനിവിടെ വയ്ക്കുകയാണ്. തീർച്ചയായും വേദയെ കൊണ്ട് ആകാവുന്ന രീതിയിലുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ ചെയ്യും. ഇതുവരെ ചെയ്തതുപോലെ തന്നെ ചെയ്യും. പുതിയ എഴുത്തുകാർക്ക് തങ്ങളുടെ രചനകൾ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി വേദ ഏകദേശം ഇപ്പോൾ മാറിയിട്ടുണ്ട്. കൃത്യമായ പറഞ്ഞ സമയത്ത് തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പുസ്തകങ്ങൾ, പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനിയും തുടരും. പ്രിയ കവിക്ക് എല്ലാ ആശംസകളും. എല്ലാവരും ഈ പുസ്തകം വാങ്ങണം. 90 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. വേദ ബുക്സിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പുസ്തകം ലഭ്യമാണ്. പ്രിയ കവിക്ക് എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. നമസ്കാരം. ദേവിക രതീഷിൻ്റെ ഗുൽമോഹർ എന്ന കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മുൻപ് വായിച്ച ഒരു കവിതയാണ് ഓർമ്മ വന്നത്. പദ്യമാം വാക്കാൽ ആത്മസ്പർശിയാം ഭാവങ്ങളും ഹൃദ്യമാം സംഗീതത്താൽ സത്യത്തിൻ മരുന്നാലും അകമേ പരിണാമം വരുത്തി സ്വാസ്ഥ്യം നരർക്കരുളാൻ കവിത പോൽ മറ്റുണ്ടോ ശുശ്രൂഷികൾ. പുതിയ ഈ കാലഘട്ടത്തിൻ്റെ പരിക്കുകളെയും നൊമ്പരങ്ങളെയും ഒപ്പിയെടുക്കാൻ പറ്റുന്നത് കവിതയ്ക്കാണ് എന്ന ബോധ്യമാണ് മേൽ പ്രസ്താവിച്ച വരികളിലുള്ളത്. ഈ വരികളിൽ നിന്നും ലഭിച്ച അതേ ഊർജം തന്നെയാണ് ഗുൽമോഹർ എന്ന കവിതാ സമാഹാരം വളരെ വേഗത്തിൽ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. ഗുൽമോഹർ പൂക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. പാതകളെ പൂക്കളമാക്കിക്കൊണ്ട് വിരിഞ്ഞ് പ്രണയാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും കെട്ടുപിണയുമെന്ന മനോഹാരിത സമ്മാനിക്കുന്ന ആ ഗുൽമോഹർ നഗരങ്ങൾ പൂക്കളമാക്കുന്നത് പോലെ തന്നെ ഈ ഗുൽമോഹർ എന്ന കവിത വായിക്കുമ്പോൾ മനസ്ഥലിയും പൂക്കുകയാണ്. ബാല്യം, കൗമാരം, പ്രണയം, സമകാലിക ഭൂമിക എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തൽ ഈ കവയത്രി ഈ കവിതയിലൂടെ നിർവഹിക്കുന്നുണ്ട്. ജീവൻ്റെ താളുകൾ എന്ന കവിത ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിതയാണ്. അതിൽ പറയുന്നു, ജീവിതത്തെ വളരെ ചെറിയ സമയം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ്. വായിച്ചാലും തീരാത്ത അക്ഷരങ്ങൾ കോറി വീണ ഒരു പുസ്തകമുണ്ടെൻ്റെ കയ്യിൽ, പേര് ജീവിതം. ജീവിതത്തെ ഇത്ര സുന്ദരമായി വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കാനുള്ള ഈ കവിയുടെ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പെയ്മ തോരാതെ എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നു, ഓർമ്മകളത്രേ മഴയായി പെയ്തിറങ്ങുന്നത്. എത്ര കൃത്യമായിട്ടുള്ള അനുഭൂതിയാണ് വളരെ ചെറിയ വാക്കുകളിൽ നിർമ്മിച്ചെടുക്കുന്നത്. ശൂന്യത എന്ന കവിതയിൽ കൂടുതൽ ജീവിതത്തെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. ഞാൻ തേടിയ പകലുകൾ മൂകമായൊരു നിശ്വാസമായിരുന്നു. ഞാൻ അറിഞ്ഞ നിശകൾക്ക് വിതുമ്പലിൻ്റെ നേർത്ത കാലൊച്ചയായിരുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ അവശേഷിക്കുന്നത് ശൂന്യത മാത്രമാണ്. സമകാലികമായിട്ടുള്ള അവസ്ഥയിലെ തിരക്കുകളും യന്ത്രങ്ങളെപ്പോലെ പണിയെടുക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ
മനുഷ്യൻ്റെ സ്വഭാവം പോലും യന്ത്രവൽകൃതമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ നേർത്ത സ്വരമായി ഈ ശൂന്യതയെ അടയാളപ്പെടുത്തുകയാണ് കവയിത്രി. ഗുൽമോഹർ എന്ന കവിതയിലേക്ക് വരുമ്പോൾ എന്നിലും നിന്നിലും ഒരു വേനലിൻ്റെ ദൂരമുണ്ടെങ്കിലും പൂക്കണം നീ എന്ന പ്രതീക്ഷയും അർത്ഥനയുമാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത്. ക്ലാസ് മുറിയെക്കുറിച്ച് ഗൃഹാതുരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കവിത പറയുന്നു: ഓർമ്മകളുടെ പഴമണം തിങ്ങിയ ചുവരുകൾ ചിരിയും മൊഴിയും ആർത്ത് പെയ്തിരുന്നു. ഈ വരികളിൽ നഷ്ടമായ ഓർമ്മകളുടെ നോവ് ഉള്ളടക്കി വച്ചിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ദീർഘമായി സംസാരിക്കാനുള്ള ഒരു സമയം ഇല്ല എന്നറിയാം. വരും കാലഘട്ടത്തിൽ, വരും നാളുകളിൽ കവിതയുടെ ഗുൽമോഹറായി ഈ കവയിത്രിയും കവിതയും മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേദ ബുക്സിന് പ്രത്യേകം അതിൻ്റെ MD ആയിട്ടുള്ള ഷാവു പ്രസാദ് ജിക്ക് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. നമസ്തേ. നമസ്തേ, ഞാൻ ദേവിക രതീഷ്. ഗുൽമോഹർ എന്ന എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള നന്ദി പറയലാണ് എൻ്റെ കർത്തവ്യം. ഇത് വാക്കുകൾ കൊണ്ട് എത്രത്തോളം ഇതിനെ ഒരു നന്ദിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കണമെന്നുള്ളത് അറിയത്തില്ല. അതുപോലെ ഒരു എൻ്റെ ജീവിതത്തിലെ വളരെയധികം വിലപ്പെട്ട ഒരു നിമിഷമാണ്. അതിന് കാരണഹേതുവായിട്ടുള്ള സർവീശ്വരനോടാണ് ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഗുൽമോഹർ എൻ്റെ തുടക്കം മുതൽ അത് ഇപ്പോൾ ഈ ഒരു വായനക്കാരിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തിയിരിക്കുകയാണ്. അപ്പം അതിന് കാരണമായിട്ടുള്ളത് ശ്രീ ഷാബു പ്രസാദ് സാറാണ്. വേദ ബുക്സിനോടും ഷാബു പ്രസാദ് സാറിനോടുമുള്ള കടപ്പാട് അത് പറഞ്ഞാൽ തീരാവുന്നതല്ല. വളരെയധികം നന്ദിയും അല്ലെങ്കിൽ സന്തോഷവും ഒക്കെ രേഖപ്പെടുത്തിക്കൊള്ളാണ് ഞാൻ. ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും ചെറിയ തൂലികത്തുമ്പത്തോ അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലോ ഇവിടെയൊക്കെയോ കുറേ സമാഹാരങ്ങൾ ഇങ്ങനെ പറന്നു വീഴുകയാണ്. അപ്പം ആ കൂട്ടത്തിലേക്ക് എൻ്റെ ഈ ഒരു ചെറിയ പുസ്തകം വായനക്കാരിലേക്ക് എത്തിപ്പെടാൻ പോകുന്നു എന്ന ആ ഒരു നിമിഷം, അതിന് കാരണമായിട്ടുള്ള ഓരോ ആൾക്കാരോടും ഓരോ വ്യക്തികളോടുമുള്ള കടപ്പാടും നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും ഒരു പുസ്തകം അത് പ്രസിദ്ധീകരണ യോഗ്യമാണോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് നല്ലതാണോ എന്നൊക്കെ വിശകലനം ചെയ്ത് അതിനെ ഒരു പുസ്തക രൂപേണ ആക്കി എടുക്കുമ്പോഴുണ്ടാവുന്ന അതിനു വേണ്ടിയിട്ട് നടത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെയധികം ഭംഗിയോടുകൂടി തന്നെയാണ് ഷാബു സാറും വേദ ബുക്സ് പബ്ലിക്കേഷൻസും എല്ലാം അത് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാക്കുകൾ തുടക്കത്തിലെ തന്നെ പറഞ്ഞു, എത്ര വാക്കുകൾ കൊണ്ടും അതിനൊരു നന്ദി പറഞ്ഞാൽ അത് തീരില്ല. ആ ഒരു കാര്യം നല്ല രീതിയിൽ അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൃതിയുടെ ആന്തരികമായ സത്തുക്കളെ വിശകലനം ചെയ്തുകൊണ്ടിട്ട് അതിന് എന്തായാലും ഒരു അവതാരിക ഉണ്ടാവും. പുസ്തകത്തിൻ്റെ തുടക്കമാണ്. അവതാരികയും ആമുഖവും മറ്റു കുറിപ്പുകളും ഒക്കെ ചേർന്നതിന് ശേഷമാണ് അത് അതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ആ ബുക്കിൻ്റെ അവതാരിക അത് എഴുതിയത് അംബിക ജെക്കെയാണ്. വളരെയധികം അറിയപ്പെടുന്ന സമൂഹത്തിൽ നല്ല ഒരു എഴുത്തുകാരിയും പൊളിറ്റീഷ്യനും ഒക്കെയാണ് അംബിക മാം. ഇപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് ആ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. എൻ്റെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ അംബിക മാഡത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പുസ്തക പ്രകാശനം എന്നുള്ളത് അത് ആരിൽ നിക്ഷിപ്തമായിരിക്കും അല്ലെങ്കിൽ ആരാണത് ചെയ്യുക എന്നുള്ളത് എൻ്റെ മുന്നിൽ ഒരു വലിയ സമസ്യയായിരുന്നു. ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ, എനിക്കധികം വ്യക്തിപരിചയങ്ങളൊന്നുമില്ല. അപ്പം സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അതുമായിട്ട് അടുത്തിടപെടുന്ന ഒരാൾ തന്നെ അത് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെയാണ് ഞാൻ മനോജ് കുറൂർ സാറിനെ സമീപിക്കുന്നത്. അദ്ദേഹം മലയാള ഭാഷാ അധ്യാപകനാണ്. ചങ്ങനാശ്ശേരി NSS കോളേജിൽ ജോലി ചെയ്യുന്നു. ഉത്തരാധുനിക കവികളിൽ വിശിഷ്ടമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ അർഹിക്കുന്ന കവിയും അധ്യാപകനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹം.
വളരെയധികം തന്റെ ചുരുങ്ങിയ പുസ്തകങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ ലേഖനങ്ങളിൽ കൂടിയും മറ്റ് ലേഖനങ്ങൾ, അതായത് സാഹിത്യപരമായും സിനിമാപരമായും സൈബർ പരമായും ഒക്കെയുള്ള വളരെയധികം മനോഹരങ്ങളായ ലേഖനങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹം വളരെയധികം പ്രശസ്തനാണ്. നിലം മലർന്നു പൂത്തനാൾ, അങ്ങനെ മുറിനാവ്, അങ്ങനെ ഒരുപാട് പറയപ്പെടുന്ന വളരെയധികം മികച്ച നല്ല രീതിയിൽ തന്നെ പോകുന്ന സാഹിത്യ കൃതികളുടെ സൃഷ്ടാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഈ ബുക്ക് പ്രകാശനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തു തരാനായിട്ട് അദ്ദേഹം തയ്യാറാവുകയും അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പുസ്തകത്തിനെ വായിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മുന്നേക്ക് ഇനി പോകുന്ന ഓരോ ഘട്ടത്തിലും എത്ര വായനക്കാരിലേക്ക് അത് എത്തിച്ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വിജയം എത്രത്തോളമാണെന്ന് ഒക്കെ നിർണ്ണയിക്കപ്പെട്ട് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇതിനു വേണ്ടിയിട്ടൊരു ആശംസകൾ അർപ്പിച്ചത് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല. ഷാബു പ്രസാദ് സാർ പറഞ്ഞ അറിവിലൂടെ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അധ്യാപകനാണ്, കവിയാണ്. പ്രത്യേകിച്ച് ചെറു കവിതകളുടെ അല്ലെങ്കിൽ ആ ഒരു മായാപ്രപഞ്ചം തന്റെ തൂലികത്തുമ്പിനാൽ സൃഷ്ടിക്കുന്ന ഒരു ചെറു കവിതകളുടെ ഒരു മാന്ത്രികനെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ എനിക്ക് ഇതിലൂടെ പരിചയപ്പെടാൻ സാധിച്ചു. പറഞ്ഞുള്ള അറിവേ ഉള്ളൂ, എനിക്ക് നേരിട്ട് പരിചയമില്ല. അപ്പം അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ എത്ര എനിക്ക് പറയാൻ വാക്കുകൾ അധികം പോരാതെ വരുന്നു എന്ന് തോന്നുന്നു. കാരണം എവിടെ നിന്നോ എങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് പറയണമെന്നുള്ളതിൽ ഇപ്പോഴും ഞാൻ ഒരു കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് അറിയില്ല. സന്തോഷമാണ്. അതിലുപരി നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ എൻ്റെ ഈ ഒരു കവിതാ സമാഹാരത്തിന് പിറവി കൊള്ളാൻ കാരണമായ അല്ലെങ്കിൽ അതിന് നിമിത്തമായി ഭവിച്ച എല്ലാത്തിനോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമസ്തേ.